മധ്യപൂർവേഷ്യയിൽ ഇസ്രയേൽ തുടരുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ റഷ്യ ഉയർത്തുന്ന രൂക്ഷമായ വിമർശനം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തെ ഭയാനകമായ തെറ്റ് എന്നാണ് ക്രെംലിൻ വിശേഷിപ്പിച്ചത്. കേവലം ഒരു പ്രസ്താവന എന്നതിലുപരി മേഖലയിലെ റഷ്യയുടെ താൽപര്യങ്ങളെയും നയതന്ത്ര മുൻഗണനകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണിത്. ഈ സംഘർഷം പടരുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടത്തിവന്ന രഹസ്യവും പരസ്യവുമായ ചർച്ചകളെ ഇസ്രയേലിന്റെ നീക്കം അട്ടിമറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇറാന്റെയും മധ്യസ്ഥതയിൽ രൂപപ്പെട്ടുവന്ന വെടിനിർത്തൽ സാധ്യതകളെയാണ് ഈ ആക്രമണം ഇല്ലാതാക്കിയത്. മധ്യപൂർവേഷ്യയിൽ ഒരു വൻ ശക്തി എന്ന നിലയിലുള്ള റഷ്യയുടെ സാന്നിധ്യം ഈ സന്ദർഭത്തിൽ വളരെ നിർണായകമാണ്. സിറിയയിൽ ശക്തമായ സൈനിക അടിത്തറയുള്ള റഷ്യക്ക് തങ്ങളുടെ തൊട്ടയൽപക്കത്ത് നടക്കുന്ന ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല. റഷ്യ നൽകിയിരിക്കുന്ന കടുത്ത മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ ഈ നടപടി മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ മാറ്റുമെന്നാണ്. ഇറാനുമായി റഷ്യ പുലർത്തുന്ന വർദ്ധിച്ചു വരുന്ന പ്രതിരോധ സഹകരണം ഈ സാഹചര്യത്തിൽ സവിശേഷ ശ്രദ്ധയർഹിക്കുന്നുണ്ട്. ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന അചഞ്ചലമായ പിന്തുണയ്ക്ക് പകരമായി ഹിസ്ബുള്ളയ്ക്കും ലെബനനും റഷ്യയുടെയോ ഇറാന്റെയോ ഭാഗത്തു നിന്ന് കൂടുതൽ പിന്തുണ ലഭിച്ചാൽ അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കും. ഭൗമ രാഷ്ട്രീയപരമായി നോക്കിയാൽ റഷ്യയുടെ ഈ നീക്കം അമേരിക്കൻ വിദേശ നയത്തിനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. സമാധാനത്തിന് വേണ്ടി വാദിക്കുമ്പോഴും ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന വാഷിംഗ്ടണിന്റെ നിലപാടിനെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടാനാണ് മോസ്കോ ശ്രമിക്കുന്നത്. യുദ്ധം ലെബനനിലേക്ക് പടരുന്നത് വഴി ഒരു പ്രാദേശിക സംഘർഷം ആഗോള സംഘർഷമായി മാറാനുള്ള സാധ്യതയെ റഷ്യ ഭയപ്പെടുന്നുണ്ട്. ഇത് ഇന്ധന വിപണിയിലും ആഗോള സാമ്പത്തിക ക്രമത്തിലും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. നയതന്ത്ര ചർച്ചകളിലേക്ക് ഉടനടി മടങ്ങി വരണമെന്നും ആക്രമണങ്ങൾ നിർത്തണമെന്നുമാണ് റഷ്യയുടെ ആവശ്യം. എണ്ണമറ്റ സാധാരണക്കാരുടെ മരണം ഒഴിവാക്കണമെന്ന മാനുഷികവാദത്തിനപ്പുറം മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഈ നിലപാട്. ഇസ്രയേലിന്റെ ഈ സൈനിക സാഹസികത പ്രത്യാഘാതങ്ങൾ ആലോചിക്കാതെയുള്ള ഒന്നാണെന്നും അത് മേഖലയെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് നയിക്കുന്ന വിനാശകരമായ ഒരു യുദ്ധത്തിന് തിരികൊളുത്തുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മധ്യപൂർവേഷ്യ ഇപ്പോൾ നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വശത്ത് ഇസ്രയേലിന്റെ അതിശക്തമായ സൈനികാക്രമണങ്ങളും മറുവശത്ത് റഷ്യയെ പോലുള്ള വൻ ശക്തികളുടെ കടുത്ത മുന്നറിയിപ്പുകളും നിലനിൽക്കുമ്പോൾ സമാധാനത്തിനുള്ള സാധ്യതകൾ മങ്ങിവരികയാണ്. വരും ദിവസങ്ങളിൽ റഷ്യ ഈ വിഷയത്തിൽ നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്രം പരാജയപ്പെടുകയും തോക്കുകൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ മധ്യപൂർവേഷ്യയിലെ സാധാരണക്കാരുടെ ഭാവി വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.